ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് വർക്ക് ആൻഡ് വൺസ് അഗെയിൻ. മധുരക്കിനാവും 1000 ആശകളുമായി ഇതാ കൊച്ചിയിലെ മിനാർ ക്രൂയിസിൽ ഒരു വൺ ഡേ ട്രിപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കടലിലൂടെ പോകുന്ന മിനാർ ക്രൂയിസ്. മിനാറിനെ കൂടാതെ ഇവിടെ വേറെയും കുറെ പ്രീമിയം വെസൽസ് കിടക്കുന്നുണ്ട്. നിയോ ക്ലാസിക്, നെഫ്രട്ടി പോലുള്ളവ. അപ്പൊ നമ്മൾ മിനാറിലേക്ക് കയറാണ്. ഒരു ചെറിയൊരു വൺ ഡേ പാക്കേജ് ആണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള ഒരു ഡേ പാക്കേജ് ആണ് നമ്മൾ മിനാർ ക്രൂയിസിൽ എടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അകത്തു പോയിട്ട് കാണാം. അതിവിശാലമായ ഒരു AC ലോഞ്ചാണ് ആദ്യം നമ്മൾ സ്വീകരിക്കുന്നത്. കുറച്ച് റെസ്റ്റ് ചെയ്യാം. നമുക്ക് മേലേക്ക് പോയാലോ? ഇതാണ് മുകളിലെ ഓപ്പൺ ഡെക്ക്. നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇവിടെയാണ്. കുറേ ചെയർസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും AC ഏരിയ ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് കുറച്ച് AC ഏരിയയും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുന്നതും കണ്ട് നമ്മൾ നേരെ കലാപരിപാടികൾ ആസ്വദിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. സിനിമകളിലൊക്കെ പ്ലേബാക്ക് പാടിയ സിംഗേഴ്സ് ഉൾപ്പെടെ നല്ലൊരു ക്രൂ മെമ്പേഴ്സ് ഇവരുടെ എന്റർടൈൻമെന്റ് സെഷനിലുണ്ട്. അവരുടെ പാട്ടുകളും മറ്റു കലാപരിപാടികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടുന്ന കൊച്ചിയുടെ ചരിത്രം വളരെ മനോഹരമായിട്ട് തന്നെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അന്ന് ഇല്ലാത്തൊരു ഡെപ്തിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ബ്രിട്ടീഷ് ചെയ്തത്. സോ എന്ത് ചെയ്യും, പ്രകൃതിയായി നിറയെ മീനുകളുമായി വരുന്ന ഫിഷിംഗ് ബോട്ടുകൾ, മീൻ കൊത്തിപ്പറിക്കാൻ എത്തുന്ന പരുന്തും മറ്റു കിളികളും. കടലിലേക്ക് പോവാണ്. കൊച്ചിയിൽ നിന്ന് കടലിലേക്ക് നേരെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലിനെയും കണ്ടുകൊണ്ട് വിശാലമായ കടലിലേക്ക് ഫിഷിംഗ് ബോട്ടുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കടൽ പരപ്പിലേക്ക് നമ്മൾ പോകുന്നു. കടലിലെത്തിയതറിയാതെ നമ്മുടെ ഡാൻസേഴ്സും സിംഗേഴ്സും മതിമറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം മെന്റലിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും ശരിയാവില്ല. വേണേ സാറിന്റെ അടുത്ത് എന്റെ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാർ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആളാണോ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആളാണോ? റൈറ്റ് ആണ്. നിങ്ങൾ ഈ ഗെയിം എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്ത് വേണമെങ്കിലും കളിച്ചോളൂ. ഒരു ചെറിയ ഒബ്ജക്റ്റ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ ഒളിപ്പിക്കാൻ പറഞ്ഞാൽ അവരുടെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുക, നിങ്ങൾ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ടാകും അവർ ഫസ്റ്റ് റൗണ്ടിൽ എവിടെ ഒളിപ്പിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആണെങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ബ്രെയിൻ. ബിക്കോസ് ഓഫ് ദിസ് ലെഫ്റ്റ് ബ്രെയിൻ പരിപാടി ഇദ്ദേഹം പറഞ്ഞു ഹീസ് റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഒളിപ്പിക്കാനാണ് ഒരു ബാക്കിലേക്ക് നോക്കൂ. മാറ്റിട്ട് കൊണ്ടുവരാം. മനസ്സിലായല്ലോ? ഓക്കെ. സെക്കൻഡ് റൗണ്ട് ഒരു ഇൻഫ്ലുവൻസ് പരിപാടിയാണ്. അതെന്താണെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം, ഞാൻ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് ഒരു ഇൻഫ്ലുവൻസ് ബേസ്ഡ്. പിന്നെ റെഡി കൊണ്ടുവരാം.
ഒരു രക്ഷയില്ല. ഇടം വലം കൈ മാറ്റി മാറ്റി പരീക്ഷിച്ചെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ മെന്റലിസ്റ്റ് കോയിൻ കണ്ടുപിടിച്ചു. എന്താ ബാക്കിലേക്ക് കൊണ്ടുപോകാം. ഡു ദ സെയിം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ വയ്ക്കാം. മാറ്റിയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്ട്രാറ്റജി ഉണ്ട്. അവരുടെ താട ഇവിടെ ഉണ്ടെങ്കിൽ സാധനം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റാ ചെയ്യുക. അതാണ് തൃശ്ശൂരിൽ നിന്ന് കേട്ടപ്പോ ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ ഒരു കൈയടി നമ്മുടെയൊക്കെ മനസ്സിലിരിപ്പ് നന്നായിട്ട് അറിയാവുന്ന മെന്റലിസ്റ്റിനെ നമിച്ചുകൊണ്ട് കരിനീലക്കടലിന്റെ കാണാക്കയങ്ങളിലേക്ക് കണ്ണോടിച്ചപ്പോൾ സാഹിത്യം അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട അല്ലേ? എന്തായാലും ആവട്ടെ, നല്ല വിശപ്പായി. ഫുഡ് കഴിക്കാനുള്ള ഒരുക്കപ്പാടിലാണ് എല്ലാവരും. നോൺ വെജ് ബുഫേ വിത്ത് ഐസ്ക്രീം, അതായിരുന്നു നമ്മുടെ ലഞ്ചിന്റെ മെനു. ഒറ്റ ഇരിപ്പിന് ഇത് അപ്രത്യക്ഷമാക്കുന്ന മാജിക്കിന് ശേഷം ശരിക്കുള്ള മാജിക് ആരംഭിക്കുകയാണ്. ഇത് വരുന്നത് അല്ലേ? ഡോണ്ട് ബ്ലിങ്ക് യുവർ ഐസ്. സാധാരണ മെജിഷ്യൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഞാൻ സ്ലോ മോഷനിലാണ് ചെയ്യണത്. എന്റെ സ്ലീവ്സ് എല്ലാം റോൾഡ് അപ്പ് ആണ്. എന്നൊരു വാച്ച് പോലും കേട്ടിട്ടില്ല. And you are the luckiest lady in this world. Nobody has seen magic so close like this. Anyway, from just crumble ആണ്, ചുരുട്ടിടുകയാണ്. One magic blow. ടീച്ചർ കണ്ണിന് മുന്നിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തുറക്കാണ്. This is the easiest way for making money for buying birthday hat or any birthday gifts. But the problem, we are in the middle of the just ഇങ്ങനെ നോക്കിയിരിക്കും. ലഞ്ചിന് ശേഷമുള്ള മാജിക് ഷോയും തുടർന്നുള്ള DJയും ഒക്കെ താഴെ AC ഹാളിലായതുകൊണ്ട് ക്ഷീണം തീരെയില്ല. എല്ലാവരും DJക്ക് ആയിട്ട് ഒരുങ്ങി. പള്ളി മുകളെ